പ്രിയമുള്ളവരെ, വചനജ്വാല 1656 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 14 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് 50 നോമ്പിന്റെ 28 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറേമിയായുടെ പുസ്തകം 31 അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന്റെ തിരിച്ചുവരവ്. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ എല്ലാ ഇസ്രായേൽ ഭവനങ്ങളുടെയും ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, വാളിനെ അതിജീവിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ഇസ്രായേൽ വിശ്രമം കണ്ടെത്താൻ പോകുകയാണ്. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. കന്യകയായ ഇസ്രായേലെ, നിന്നെ ഞാൻ വീണ്ടും പണിതുയർത്തും. നീ വീണ്ടും തപ്പുകൾ എടുത്ത് നർത്തകരുടെ നിരയിലേക്ക് നീങ്ങും. സമരിയ പർവ്വതങ്ങളിൽ നീ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കും. കൃഷിക്കാർ കൃഷി ചെയ്ത് ഫലം അനുഭവിക്കും. എഴുന്നേൽക്കുക, സിയോനിലേക്ക്, നമ്മുടെ ദൈവമായ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം എന്ന് എഫ്രയീം മലമ്പ്രദേശങ്ങളിൽ നിന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്ന ദിവസം വരും. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനന്ദിക്കുവിൻ, ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവും മുഴക്കുവിൻ. കർത്താവ് തന്റെ ജനത്തെ, ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ. ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും. അന്ധരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെടെ ഒരു വലിയ കൂട്ടമായിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും, അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്, എഫ്രായിം എൻ്റെ ആദിജാതനും. ജനതകളെ, കർത്താവിന്റെ വചനം കേൾക്കുവിൻ, വിദൂര ദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവിൻ. കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു, ബലിഷ്ഠ കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു. ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും. കർത്താവിന്റെ വിശിഷ്ടദാനങ്ങളായ വീഞ്ഞ്, ധാന്യം, എണ്ണ, ആടുമാടുകളാൽ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും. അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും. അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല. അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും, യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും. ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും, എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിന്റെയും ഹൃദയം തകർന്ന രോദനത്തിന്റെയും സ്വരം. റാഫേൽ തന്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവരുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ്, നിന്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും. കർത്താവ് അരുളി ചെയ്യുന്നു, എഫ്രായിം ഇപ്രകാരം വിലപിക്കുന്നത് ഞാൻ കേട്ടു, അങ്ങ് എന്നെ ശിക്ഷിച്ചു,
മുഖം വയ്ക്കാത്ത കാളക്കുട്ടിക്കെന്ന പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി. എന്നെ തിരികെ കൊണ്ടുവരേണമേ, മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ദൈവമായ കർത്താവ്. എനിക്ക് വഴിതെറ്റിപ്പോയി, ഞാൻ അനുതപിക്കുന്നു. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ചു കരഞ്ഞു. ഞാൻ ലജ്ജിച്ചു തല താഴ്ത്തി. യൗവനത്തിലെ അപമാനഭാരം ഇപ്പോഴും ഞാൻ വഹിക്കുന്നു. ഇഫ്രായേം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. അവന് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവനു വേണ്ടി തുടിക്കുന്നു. എനിക്ക് നീ അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ മറ്റിൽഡായെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സാക്സൺ പ്രഭുവായ തെയോഡോറിന്റെ മകളാണ് മെറ്റിൽഡ. വിവാഹം വരെ എർഫോർഡിൽ ഒരു മഠത്തിൽ അവൾ താമസിക്കുകയായിരുന്നു. 913 സാക്സണിയിൽ തന്നെയുള്ള ഓത്തോ പ്രഭു അവളെ വിവാഹം കഴിച്ചു. 916 ഓർത്തോ ജർമ്മനിയിലെ രാജാവായി ബവേറിയ പിടിച്ചടക്കുകയും ചെയ്തു. ലോകമായകളിൽ രാജ്ഞി ദർശിച്ചത് നീർപ്പോള മാത്രമാണ്. പ്രാർത്ഥനയും ധ്യാനവുമായിരുന്നു അവളുടെ മുഖ്യ ദിനചര്യ. പകൽ മാത്രമല്ല, രാത്രിയിലും ദീർഘനേരം രാജ്ഞി പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകിയിരുന്നു. രോഗികളെ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, ദരിദ്രരെ സേവിക്കുക, ഉപദേശിക്കുക എന്നിവ രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരങ്ങളായ ജോലികളായിരുന്നു. കാരാഗ്രഹവാസികൾക്ക് സഹായങ്ങൾ നൽകി അവരെ ബന്ധിച്ചിരുന്ന ചങ്ങല ഭാരം കുറച്ചു. അനുതപിക്കുവാൻ അവരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. രാജ്ഞിയുടെ സേവന പ്രേക്ഷിതത്തിൽ രാജാവും സഹകരിച്ചു പോന്നു. 23 കൊല്ലത്തെ വൈവാഹിക ജീവിതത്തിന് ശേഷം രാജാവ് അന്തരിച്ചു. അദ്ദേഹത്തിന് നിര്യാണത്തിന് ശേഷം രാജ്ഞി തന്റെ ആഭരണങ്ങളെല്ലാം ധർമ്മകാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാനായി ഒരു പുരോഹിതനെ ഏൽപ്പിച്ചു. അവർക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്: ഓത്തോ, ഹെൻറി, വിശുദ്ധ ബ്രൂണോ. കിരീടത്തിന് വേണ്ടി മൂത്തവർ തമ്മിൽ സമരമുണ്ടായെങ്കിലും അവസാനം ഓത്തോ തന്നെ ചക്രവർത്തിയായി. ഹെൻറിയെ സഹായിച്ചു എന്ന കാരണത്തിന് ഓത്തോ അമ്മയെ കുറെ കാലത്തേക്ക് ഞെരുക്കിയെങ്കിലും അവസാനം രമ്യപ്പെട്ട് അമ്മയുടെ ഓഹരി മുഴുവൻ നൽകി. അങ്ങനെ തനിക്ക് സിദ്ധിച്ച സ്വത്തുകൊണ്ട് രാജ്ഞി പല പള്ളികൾ പണിയിച്ചു, 5 മഠം സ്ഥാപിച്ചു. അജ്ഞരെ പഠിപ്പിക്കുക രാജ്ഞിക്ക് എത്രയും പ്രിയങ്കരയായിരുന്നു. മരണത്തിന് മുൻപ് ഏതാനും വൈദികരുടെയും സന്യാസികളുടെയും മുമ്പാകെ പരസ്യമായി തന്റെ പാപങ്ങൾ രാജ്ഞി ഏറ്റുപറഞ്ഞു. ചാക്ക് ധരിച്ചും ചാരം പൂശിയുമാണ് 963 മാർച്ച് 14 മെറ്റിൽഡ രാജ്ഞി മരണത്തെ സ്വാഗതം ചെയ്തത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതത്തിന്റെ ആരംഭം വിശുദ്ധിയെ ആഗ്രഹിക്കുന്നതും ഉത്സാഹപൂർവം പ്രാർത്ഥിക്കുന്നതും ലൗകിക സ്ഥാനങ്ങളെക്കാൾ ഉപരിയായി വിശുദ്ധിയെ അന്വേഷിക്കുന്നതുമാണ്. തീക്ഷ്ണമായ പ്രാർത്ഥന, പരിശുദ്ധമായ ധ്യാനം, സദ്ഗ്രന്ഥ പാരായണം എന്നിവ ജീവിതാദൃശ്യങ്ങളായിരിക്കണം. സംഭാഷണങ്ങളും സന്ദർശനങ്ങളും ഉപവിയിൽ അധിഷ്ഠിതമായിരിക്കുകയും വേണം. പ്രിയരെ, വിശുദ്ധ മെറ്റിൽഡായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.